വൈശാഖിനെയും മൈഥിലിയും രക്ഷിക്കാനായിരുന്നെങ്കിൽ മീനാക്ഷി ആ പണം കൂടി അവർക്ക് കൊടുക്കുമായിരുന്നില്ലേ? ആ പണം അവൾ അവർക്ക് കൊടുത്തില്ലല്ലോ. ഈശ്വര, എൻ്റെ ധാരണകളൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്താടാ നീ കാണിക്കുന്നൊക്കെ? നീ ഇന്നലെ വന്നത് എപ്പോഴാ? ഞാൻ ഇന്നലെ ഇത്തിരി വൈകി മൈഥിലി. എത്ര വൈകിയെങ്കിലും എന്നെ വിളിക്കാതിരുന്ന എന്തുകൊണ്ടാ? നീ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. അല്ല, പിന്നെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഉറങ്ങിന്നോ? ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. പേടിച്ച് വിറച്ച് കിടക്കായിരുന്നു ഞാൻ. ഒരു അന്യ സ്ഥലത്ത് എന്നെ കൊണ്ടിട്ടിട്ട് നീ ഇതെവിടെ നടക്കുക വൈശാഖേ? നീ എന്തൊരു ദ്രോഹമാടാ എന്നോട് ചെയ്യുന്നേ? ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. സോറി മൈഥിലി. അങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് കരുതി നീ എന്നെ ഒറ്റയ്ക്കാക്കി പോവാണോടെ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഓരോ കാര്യങ്ങൾ ഓർത്ത് തീ തിന്നുമായിരുന്നു. സത്യം പറ, നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ആരുടെ കൂടെ ആയിരുന്നു? ഞാൻ ഇന്നലെ നിന്നോട് വഴക്കിട്ട് പോയ സങ്കടത്തിൽ സ്വാമിനാഥൻ സാറിനോട് വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു. സ്വാമിനാഥൻ സാറിനോടോ? അയാൾക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അതല്ല, ഞങ്ങള് കുറച്ചു നേരം അവിടെ സംസാരിച്ചിരുന്നു. നീ മദ്യപിച്ചോ? ഇല്ല. നീ കള്ളം പറയരുത്. മൈഥിലി, ഞാൻ കള്ളമല്ല പറയുന്നത്. ഇന്നലെ ഞാൻ മദ്യപിച്ചിട്ടില്ല. നീ അയാളോടൊപ്പം മദ്യപിച്ചോന്നാ ഞാൻ ചോദിക്കുന്നത്. അതാ എനിക്കറിയേണ്ടത്. എടോ, ഞാൻ കുടിച്ചിട്ടില്ല. നിന്നാണേ സത്യം. നിന്റെ മുഖം കണ്ടാലറിയാലോ നീ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന്. ഞാനിപ്പോഴത് എങ്ങനെ ബോധ്യപ്പെടുത്തും? ദൈവമേ. എടാ, ഞാൻ പേടി കൊണ്ട് പറയുക, നീ അയാളോടൊന്നല്ല ഒരാളോടും കൂട്ടുകൂടി കുടിക്കരുത്. നീ കണ്ടവരോടൊപ്പം കള്ളു കുടിച്ച നിന്റെ ഉള്ളങ്ങ് മലർക്കെ തുറക്കും. പിന്നെ മനസ്സിലുള്ളതെല്ലാം നീ കള്ളിന്റെ പുറത്ത് അവരോടെല്ലാവരോടും വിളിച്ചു പറയും. ഞാൻ അയാളോട് വല്ലതും പറഞ്ഞു? ദൈവമേ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുഴയോലോ. നിന്റെ സ്വഭാവം എനിക്കറിയാം, അതുകൊണ്ട് പറയുന്നത്. നീ അയാളോട് എന്തെങ്കിലും വിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആപത്തായിട്ട് മാറും. എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല.
അയാള് പ്രതികാരമായിട്ട് നടക്കുകയും ആ കാർത്തിക് ദേഷ്യം വന്ന അവൻ മൂർഖനാ. തിരക്കി പിടിച്ച് നമ്മളോട് പക വീട്ടുവന്നാ എന്റെ പേടി. വാ, നീ കേറി വാ. എത്ര സന്തോഷകരമായിരുന്നു ജയേട്ടന് ഒരുമിച്ചുള്ള ജീവിതം. കുറെ നല്ല ഓർമ്മകളുണ്ട്. അപ്പോഴാണ് എന്റെ ജീവിതം തകർക്കാൻ വേണ്ടി അവള് കയറി വന്നത്. ആ മാധുരി. സത്യത്തിൽ ജയേട്ടൻ മാത്രമാണോ കുറ്റക്കാരൻ? അവളെ നിലയ്ക്ക് നിർത്താതിരുന്നത് എന്റെ കൂടി കുഴപ്പമല്ലേ? ഇനി ഇത് തുടച്ച് വൃത്തിയാക്കി വെക്കാനാണ് ഉദ്ദേശം? അത് അമ്മ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതുപോലെ ചിതലരിച്ചു പോയതാ. ഇനി ഇത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. എത്ര മിനുക്കിയാലും ഇത് വെളുക്കില്ല. ചുന്ദരി വാവേ ചായുറങ്ങ് ചെമ്പകക്കൊമ്പിൻ കിങ്ങിണിപ്രാവിൻ
പാട്ടും കേട്ടുറങ്ങ്. ചുന്ദരി വാവേ ചായോ ചായുറങ്ങ്. ചെമ്പകക്കൊമ്പിൻ കിങ്ങിണിപ്രാവിൻ പാട്ടും കേട്ടുറങ്ങ്. മെല്ലെ മെല്ലെ കണ്ണുകൾ ചിമ്മി സ്വപ്നം കണ്ടുറങ്ങ്. മുറ്റത്തൊരു തൂമലരായി നാളെ നീ ഉണരാ. ഹലോ ഇതെന്തോന്നാ ഗാനമേളയോ? വളർത്തിയില്ലെങ്കിലും ഈ കിടക്കുന്ന മുതലിന്റെ ഫാദറിനെ പെറ്റത് നിങ്ങൾ തന്നെയല്ലേ? ഗാനമേള നടത്തിയാണോ നിങ്ങൾ കുഞ്ഞിനെ ഉറക്കിയിരുന്നത്? എനിക്കൊരൊറ്റ താരാട്ടുപാട്ടേ അറിയൂ. അത് നമ്മുടെ ഇരിയമ്മൻ തമ്പിയുടേതാ. ആ, നമ്മുടെ ഇരയിമ്മൻ തമ്പി എന്ന് പറയുമ്പോ ഇരയിമ്മൻ തമ്പി നിങ്ങളുടെ അമ്മാവനാണോ? മാതിയടി ക്രോസ് വിസ്താരം നടത്തിയത്. ആ ഞാനിങ്ങോട്ട് വന്നതേ നിന്നോടൊരു കാര്യം പറയാനാ. എന്താ ഉണ്ടക്കണ്ണി, എന്തിനാ എന്നെ നോക്കുന്നേ? കിങ്ങിണി ഉറങ്ങിക്കോ. എന്തോന്നാ നീ എന്റെ കൊച്ചിനെ വിളിച്ചത്? കിങ്ങിണിന്ന്. കിങ്ങിണിയാ? എനിക്ക് എന്തെങ്കിലും ഒരു പേര് ഇതിനെ വിളിക്കണ്ടേ? അതൊന്നും വേണ്ട. 28 കെട്ടിനിടാനേ ഞാൻ നല്ലൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അത് സസ്പെൻസാ. പിന്നെ ഇവക്ക് ഞാനേ ഒരു ചെല്ല പേര് കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ? ഇക്രു. എങ്ങനെയുണ്ട്? അയ്യേ, ഇക്രു. പെങ്കുഞ്ഞിനെ ആരെങ്കിലും ഇക്രു എന്ന് പേരിടുവോ? അതെ അതെ, ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ. ആ പിന്നെ ഞാൻ വന്നതേ നിനക്കിട്ടൊരു പണി തരാനാ. ഞാനിവിടെ വന്ന നാള് മുതല് നിങ്ങൾ എനിക്കിട്ട് പണി തന്നോണ്ടിരിക്കുകയാണല്ലോ. ആ പറയൂ, എന്താ പണി? ഈ വീട്ടിലെ 8 കാലികളുടെ പേട്ടയാ. 8 കാലിക്ക് കൂട്ടുചേരാൻ പറ്റിയ ആളുകളും ചിലര് ഇതിനകത്തുണ്ടല്ലോ. മാതിയടി പരിഹസിച്ചത്. ഈ വീട്ടിലെ മുഴുവൻ മാറാലെയും ഇന്ന് നീ തൂത്ത് വൃത്തിയാക്കണം. ആ അതാണോ? ഐ എം വെരി വെരി ഹാപ്പി. എന്റെ അമ്മായിയമ്മ തന്ന പണിയല്ലേ, ഞാൻ സന്തോഷത്തോടെ ചെയ്തോളാം. എന്നാ ചെല്ലിയല്ലേ? അങ്ങനെ അവളെ ഞാൻ അനുസരിച്ച് തുടങ്ങി. നിനക്ക് ഞാൻ സ്വസ്ഥത തരില്ലടി, നോക്കിക്കോ. ചാക്കിൽ കെട്ടി കിണറ്റിൽ താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം. തിരച്ചിലിനിടയിൽ മൃതദേഹം പോലീസ് കണ്ടെത്തി. പിന്നെ കണ്ടെടുക്കാതിരിക്കോ? എന്റെ മോന്റെ പോലീസല്ലേ. കാര്യം 19 കൊല്ലം മുമ്പ് നടന്നതാണെങ്കിലും പ്രതിയെ പിടിച്ചെങ്കിലും കൊല തന്നെയല്ലേ. എനിക്ക് കൊലപാതക വീഡിയോ കാണാൻ വലിയ സന്തോഷം. എന്താ നടിയത്? മാറാലെയോ? എന്താ നടി? എന്ത്? എന്റെ മുഖത്തോട്ട് വന്ന് വീണത്. ആ, അതിന് ചെലന്തി വലക്കെട്ട്, മാറാല, വിരുതാമ്പൽ, അങ്ങനെ പല പേരുകളുണ്ട്. ഇതെന്റെ മേത്തേക്ക് കുടഞ്ഞിടാൻ നിന്നോട് ആരാ പറഞ്ഞത്? നിങ്ങളോട് ഇവിടെ വന്നിരിക്കാൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? എന്നോട് ഇവിടെയൊക്കെ അടിച്ചു തൂക്കാൻ നിങ്ങളല്ലേ പറഞ്ഞത്? ഓഹോ, ഒരു മാതൃകാ മരുമകളായാൽ എങ്ങനെ ഇരിക്കുന്നാ ഞാൻ നോക്കുന്ന. ആ മാറ് എന്റെ ജോലി ചെയ്യാൻ എന്നെ അനുവദിക്കൂ അമ്മായി അമ്മേ. ഓ മാറങ്ങോട്ട്. മോശം പിടിക്കും. ഈ കളർ എനിക്ക് നന്നായിട്ട് ചേരും. ഈ ക്രീം കളർ സാരി ഞാൻ എടുത്താലും. മുഖം മേലും ഒക്കെ വൃത്തിയോടാക്കി. ഓ എന്താണ് നാശം പിടിച്ചവളെ ഈ കാണിക്കുന്നത്? ഞാൻ ഈ വീട് വൃത്തിയാക്കല്ലേ. വീട്ടുടമസ്ഥ വൃത്തിയോടാക്കിട്ടാണോ വീട് വൃത്തിയാക്കുന്നത്? വീട്ടുടമസ്ഥയോ? നിങ്ങളോ? ആ എന്തോ ആവട്ടെ, വീട് വൃത്തിയാക്കുമ്പോ വീട്ടുടമസ്ഥ പുറത്തു പോണം. നീ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നല്ലേടി? ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ഒന്നും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുക. പിന്നെ എനിക്കിട്ട് പണി തരാൻ ശ്രമിച്ചാലേ ഏത് മദർ ഇൻ ലോ ആണെങ്കിലും ഞാൻ മറുപണി കൊടുക്കും.
അതാണ് എന്റെ ബേസിക് നേച്ചർ. ഇതേ ഒരു നടക്ക് പോവില്ല. ആ അത് തന്നെയാ എന്റെ അഭിപ്രായം. നീ ഇതിനകത്ത് വന്ന് കേറിയ കാലം മുതലേ എന്റെ ശത്രുവാ. എനിക്ക് നിങ്ങളെ ശത്രുവൊന്നും അല്ല. പുഴുവിനെ എട്ടുകാലിയൊക്കെ ആര് ശത്രുവാക്കും? നീ ഒന്ന് ചെലക്കാതെ ഇറങ്ങി പോടി. ആ അപ്പോ നിങ്ങൾ എനിക്കിട്ട് തന്ന ഈ പണി ഉണ്ടാ, നീ ഇവിടെ ഒരു പണിയും ചെയ്യണ്ട. സന്തോഷം. ആ ഇനി നിങ്ങൾ ആ വീഡിയോ കണ്ടോ? എടി, നിന്നെ. ഓ ഛേ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. മോളെ നന്ദിനി, ഈ വിളക്കുകൾ മാത്രം കഴുകിയാൽ പോരാ. ഈ തളികകളും കോൽവിളക്കും കൈവിളക്കും ഒക്കെ കഴുകണം. ഇതൊരു പ്രത്യേകതരം പൂജയാണ്. അത് അതുപോലെ തന്നെ ചെയ്യണം. ശരി അച്ഛൻ. ആ ബേബി, എന്തായാലും അവൻ താലി കെട്ടിക്കൊണ്ടുവന്നവൻ്റെ പെണ്ണല്ലേ. എല്ലാം ക്ഷമിക്കാൻ കഴിയുന്നവളാ നന്ദിനി. പിന്നെന്തിന് അവരെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? എന്താ രാജലക്ഷ്മി ആലോചിക്കുന്നത്? ഒന്നുമില്ല കൈമളേട്ടാ. താൻ എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷനിലാണോ? ആലോചിച്ച ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ഈ ചെമ്പകമംഗലത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല. അതാ നല്ലത്. തന്നെയുമല്ല, ഇതിപ്പോ അനുഭവിച്ച് ടെൻഷനൊന്നുമില്ലാതെ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി. ഞാൻ ഒരു കാര്യം പറയാനാ തൻ്റെ അടുത്തേക്ക് വന്നത്. ഞാൻ പറയുന്ന കാര്യത്തെപ്പറ്റി താൻ ശാന്തമായി ആലോചിക്കേണ്ടതാണ്. അല്ലാതെ അത് കേട്ട് പൊട്ടിത്തെറിക്കുമെന്ന് വരുത്. എന്റെ മുമ്പിൽ മുഖവരെ എന്തിനാ കൈമളേട്ടാ? പറയാനുള്ളത് എന്താന്ന് വെച്ചാ അതങ്ങ് പറയേ. അവര് വിവാഹമോചനമൊക്കെ നടത്തി രണ്ടായി പിരിഞ്ഞോരാ. എങ്കിലും അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആരുടെ കാര്യ കൈമളേട്ടൻ പറഞ്ഞു വരുന്നത്? ജയറാമിന്റെയും നന്ദിനിയുടെയും.